ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് താമസിച്ച് എഴുന്നേറ്റ് മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അമ്മ കുറച്ച് ജോലികളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, ചായ കഴിച്ചു, ഉള്ളിവട കഴിച്ചു. അതിനുശേഷം അമ്മ ചീനിയൊക്കെ വേവിക്കണമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടാണ് പോയത്. ഞാൻ എറുമ്പൊക്കെ തൂത്ത് ചീനി എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഓക്കോ മേടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ കാടി എടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ പോയി കാടി എടുത്തുകൊണ്ട് വന്നു. കാടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് ചീനിയെല്ലാം പൊളിച്ചത്. അപ്പം ഭയങ്കര മണ്ണാണ്, മഴയല്ലേ, മണ്ണെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചീനിയെല്ലാം ഞാൻ അരിഞ്ഞു. ചീനി കഴുകിയിട്ടാണ് ഞാൻ അരിഞ്ഞത്. അതിനുശേഷം കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു. ഞാൻ കഴുകിയിട്ട് അരിഞ്ഞിട്ട് വീണ്ടും കഴുകി. അപ്പോൾ അനുജനാണെങ്കിൽ എനിക്ക് മോരുണ്ടാക്കാൻ തേങ്ങ തിരുമ്മി തരികയാണ്. അവൻ തേങ്ങ അരച്ചുകൊണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴാണ് തുണി വെള്ളത്തിലിട്ടില്ല, പിന്നെ അതെല്ലാം കുതിർത്താൻ കൊണ്ടുവച്ചു. പിന്നെ കടുക് അരിയാൻ ഉള്ളി അരിഞ്ഞു, പിന്നെ ചീനി വേവിച്ചു. അപ്പോഴാണ് അച്ഛൻ പോച്ചിറക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ മൂർച്ച കൂട്ടുന്നത്. അച്ഛൻ വീട്ടിലുള്ള ദിവസത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പറഞ്ഞാൽ അച്ഛൻ പോച്ച ഇറത്തുകൊണ്ട് വന്നോളും. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ജോലി പോച്ച ഇറക്കുന്നതാണെന്ന്. അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പിന്നെ വീട്ടിലിരുന്ന് നമുക്ക് എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ അച്ഛൻ വേണമെങ്കിൽ ഒരു 3 പ്രാട്ടിൽ വേണമെങ്കിലും പോച്ച ഇറക്കും. അതിനുശേഷം ഞാൻ പോയി ജോലികളൊക്കെ കഴിഞ്ഞ് കുളിച്ചു. അതിനുശേഷം ഞാൻ ട്യൂഷന് പോവാണ്. ഇനി പോയിട്ട് വരികയാണ്. വന്നപ്പോൾ ഒരാളോട് പോച്ച് ചെയ്യണം വിളിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ ഉള്ളിവട മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ചീനിയും മോരും ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം കഴിച്ചു. കഴിച്ച് കഴിഞ്ഞിട്ട് കമ്മിറ്റിക്ക് പോകുമ്പോൾ പറഞ്ഞു, ഇപ്പം കുറച്ച് കണക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു തന്നിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് പോകാൻ പറ്റിയിട്ട് ഞാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അരി അടച്ചിട്ടു, അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് അടച്ചിട്ടു. അന്നേരം അനിജി ഞാൻ ഫോൺ വെച്ചിട്ട് നമ്മൾ നോക്കി, ചേച്ചി എന്തോ ചെയ്യുകയാണെന്ന്. പിന്നെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടി. അപ്പോഴേക്കും കറക്റ്റ് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ മഴയും പെയ്ത്. പിന്നെ പെട്ടെന്ന് ഒരുങ്ങി അമ്മയുടെ കുടുംബശ്രീൻ്റെ സഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് പോയി. കമ്മിറ്റി എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് പിണ്ണാക്ക് എന്താ വെള്ളത്തിടാനില്ല. പിന്നെ പെട്ടെന്ന് പിണ്ണാക്കൊക്കെ വെള്ളത്തിലോട്ട് എടുത്തിട്ടു. അതിനുശേഷം രാവിലെ ഇട്ടിട്ട് പോയ ഉടുപ്പാണ്. ട്യൂഷന് കൊള്ളതുകൊണ്ട് സമയം കിട്ടിയില്ല. പിന്നെ വന്ന് കഴുകി എല്ലാം പിഴിഞ്ഞ് അശയിൽ നൂത്തിട്ടു. എല്ലാം ചെയ്തിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ പാൽ ഇറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ കണ്ടു ഇവള് അശയിൽ നൂത്തിട്ട് തുണിയെല്ലാം കൂടി തട്ടി തറയിലിട്ട് ഇന്നലെ കഴുകിയിട്ടത്. അപ്പോൾ പിന്നെ കിടക്കാൻ പറ്റിയില്ല. പിന്നെ വേഗം പോയി അതെല്ലാം കൂടി ഒന്ന് പിഴിഞ്ഞ് നൂത്തിടാന്ന് പറഞ്ഞിട്ട് അതും പിഴിഞ്ഞൊന്ന് നൂത്തിട്ടു. അതിനുശേഷം ഉച്ചക്കലത്തെ ആഹാരമാണ് നേരത്തെ കഴിച്ചത്. ഇനി ഞാൻ ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ആഹാരമൊന്നും കഴിക്കത്തില്ല. പിന്നെ പെട്ടെന്ന് പോയി കുറച്ച് ചോറ് കഴിച്ചു. ചോറ് കഴിച്ചിട്ട് വന്നപ്പോഴാണ് പെങ്കൊച്ചിനെ കാണുന്നില്ല. ചോറ് കഴുകി എടുത്ത് വെച്ചപ്പോഴാണ് പെങ്കൊച്ചിനെ കാണുന്നില്ല. അവളെ നോക്കി ഇറങ്ങി വന്നപ്പോഴാണ് അവക്കടെ അമ്മയുടെ ദേഹത്തൊരു ഈച്ച ഇരിക്കുന്നത്. അതിനെയാണ് ഞാനിപ്പോൾ അടിച്ച് കൊന്നത്. അതിനുശേഷം ഞാൻ അവളെ കണ്ടുപിടിച്ചുകൊണ്ട് ദോ നിൽക്കുന്നു അവളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അമ്മ കണക്കെഴുതാണ്, പാലിൻ്റെയും കുടുംബശ്രീയിലൊക്കെ കണക്ക് നോക്കുകയാണ്. അപ്പോൾ ഒരാൾ പെരെ വന്ന് കട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ, ഇതാണ് കാണിച്ച് വെച്ചേക്കുന്ന വേല. അതിനുശേഷം കുറച്ച് ചായ കുടിച്ചു. അവളവിടെ നിൽപ്പുണ്ട്. പിന്നെ അമ്മ പറഞ്ഞ് ചക്കക്കുരു പൊളിക്കാൻ അവൾക്ക് കൊടുക്കാം. അപ്പോൾ ചായയും കുടിച്ചുകൊണ്ട് നമുക്ക് ചക്കക്കുരു പൊളിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ പെര തൂക്കാണ്, സന്ധ്യയായില്ലേ, ഇപ്പോൾ പെരയൊക്കെ തൂക്കാനാണ്. ഇത് ഞങ്ങൾ കട്ടിൽ തുടയ്ക്കുന്ന തുണിയാണ്. കട്ടിലൊക്കെ തുടച്ച് പെരയൊക്കെ തൂത്തു. അപ്പോഴാണ് രാത്രിയായപ്പം മിക്സി കേടല്ലേ. അപ്പോൾ മിക്സി കേടായപ്പോൾ അച്ഛൻ പറയാണ്, മിക്സി ഞാൻ ശരിയാക്കി തരാം, വെറുതെ എന്തിനാ കടയിൽ കൊണ്ടുപോയി കേടാക്കുന്നത്, കടയിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അച്ഛത് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. അച്ഛനെ